ഹായ് എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്രോപ്പ് ടൂളിനെ കുറിച്ചാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്രോപ്പ് ടൂൾ എടുക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ് ക്രോപ്പ് ടൂൾ എന്താണെന്ന്. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം അത്രയില്ല, നമുക്ക് കൊടുക്കേണ്ട ഭാഗം അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോപ്പ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും. ഫോട്ടോഷോപ്പിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതിനകത്ത് കുറച്ചൊരു അഡ്വാൻസ്ഡാണ്, കുറച്ച് ഓപ്ഷൻസ് കൂടെ എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോപ്പ് ടൂൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാം. ഇത് ലെഫ്റ്റും റൈറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രീതി അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമ്മളായിട്ട് തന്നെ ഡ്രാഗ് ചെയ്ത് വേണേൽ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ടിക്ക് ചെയ്താൽ മതി. അല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ, ഇത് വേണ്ടായിരുന്നു, അത്രയും വേണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, റീസെറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്യാൻസൽ ക്ലിക്ക് ചെയ്താലും മതിയാകും, പഴയ പോലെ ആകും. അതല്ല നമുക്കൊരു റേഷ്യോ അനുസരിച്ചാണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1:1 ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു തംബ്നെയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇത് തന്നെ കുറച്ച് ഡിഫോൾട്ടായിട്ട് കുറേ റേഷ്യോകൾ കിടപ്പുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോണിൻ്റെ റേഷ്യോയിലാണ് വേണ്ടതെങ്കിൽ 16:9. അത് ഇത് യൂട്യൂബ് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പിടിക്കുന്നത് അല്ലേ, അത് നേരെയാണ് പിടിക്കുന്നതെങ്കിൽ, അതായത് പോർട്രേറ്റ് രീതിയിലാണ് പിടിക്കുന്നത്, ഈ 16 ഇപ്പുറത്തോട്ട് കൊടുക്കുക, 9 ഇപ്പുറത്തോട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 9 ഇവിടെ കൊടുക്കുന്നു, 16 ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു രീതി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ പിക്ചറിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ ബ്ലൂ കാണുന്നുണ്ട്. ഇത് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ പിക്ചറിൻ്റെ താഴെയുള്ള കളർ ഏതാണെന്നാണ് ബാക്ക്ഗ്രൗണ്ട്. അത് ഇവിടെയാണ് കൊടുത്തിരിക്കേണ്ട കളർ. കണ്ടോ, ഇവിടെ ബ്ലൂ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ആ കളർ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല, ആ മാവലിയൊന്നും അവിടെ വരാൻ പോകുന്നില്ല. ഇപ്പോൾ അത് കാണിക്കുന്നതേ ഉള്ളൂ. ഇതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഏത് കളറാണ് കാണിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ കാണിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, പഴയ പോലെ വെക്കുന്നു. അതിനുശേഷം ഇത് വേണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതല്ല എനിക്ക് റൊട്ടേഷനൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്കിവിടെ റൊട്ടേഷനൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, എനിക്ക് ക്ലിക്ക് ചെയ്തിങ്ങനെ ഏത് രീതിയിലാണ് റൊട്ടേഷൻ ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ നമുക്ക് ആംഗിൾ ചെയ്ത് മാറ്റി കൊടുത്ത ശേഷം എന്ത് ചെയ്യാം, എനിക്കിവിടെ ടിക്ക് ചെയ്താൽ മതിയാകും. ഈ ഡിലീറ്റ്, അതായത് നമ്മൾ ക്രോപ്പ് ചെയ്യുന്ന ഭാഗം ഡിലീറ്റ് ചെയ്ത് പോകണോ, അതായത് കണ്ടൻ്റ് വേറൊക്കെ വേണമെന്നാണ്. അത് നമ്മൾ ചെയ്യേണ്ട. ഡിലീറ്റ് ഇവിടെ ടിക്ക്, അതായത് ചെക്ക് മാർക്ക് ഓണാക്കി കൊടുക്കുക. ബാക്കിയുള്ള എന്ത് ചെയ്യാം, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ ക്രോപ്പ് ഭാഗം ഫിനിഷ്. എന്നിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ വീഡിയോ.